ശൃംഗാരമേലിനകത്തൊരു പട്ടിയുടെ സീനുണ്ട്. ഇത് ഞങ്ങൾ രണ്ടുപേരും ഓടി വന്ന് പട്ടിയുടെ മുന്നിൽ ഇങ്ങനെ ഒന്ന് നിൽക്കുകയാണ്. അപ്പൊ പിന്നെ പട്ടി ഇങ്ങനെ നോക്കി നിൽക്കുന്ന. അപ്പൊ അത് കഴിഞ്ഞ് ഇങ്ങനെ ദിലീപേട്ടൻ പറഞ്ഞിട്ട് മിണ്ടരുത് നീ മുണ്ട് ഇങ്ങനെ എന്തൊക്കെ സാധനങ്ങളൊക്കെ പറഞ്ഞിട്ട് മുഖം ദേഷ്യം പിടിച്ച് നിൽക്കുക കാണിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങളുണ്ട് ഇങ്ങനെ ഒരു നോട്ടമുണ്ട്. ദിലീപേട്ടൻ ഒരു ചിരി ചിരിച്ചിട്ട് ഇപ്പോഴും ആ സിനിമ കണ്ടാൽ ദിലീപേട്ടൻ മൊത്തം ചിരിയുണ്ട്. നമ്മൾ ചിരിച്ചു പോയ ചിരിയാ. അത് എന്തോരം ടേക്ക് ഇടുന്നറിയത്. അതിനുശേഷം ഇപ്പോഴും ആ സിനിമ കാണുമ്പോൾ ദിലീപേട്ടൻ മൊത്തം ദിലീപേട്ടൻ ചിരി കടിച്ചു പിടിക്കുന്നതിന്റെ ഒരു പരിപാടി. ക്രൗഡഡ് സ്ഥലത്ത് പോകുമ്പോ എനിക്ക് സ്ഥലം എൻജോയ് ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ എനിക്ക് കുറച്ചും കൂടെ ഒറ്റയ്ക്ക് ആസ്വദിച്ച് അങ്ങനെ ഇപ്പൊ കുറെ കാര്യങ്ങൾ എനിക്ക് അങ്ങനെ ഇപ്പൊ വലിയ തിരക്കുള്ള ഫേമസ് അമ്പലങ്ങളില്ലേ, എനിക്ക് അവിടെ പോകുമ്പോ എനിക്കിങ്ങനെ നെഞ്ചിടിക്കും. എനിക്ക് ഭയങ്കര പീസ്ഫുള്ളി ഞാനും ദൈവം മാത്രമേ പാടുള്ളൂ. ഇവർക്കെല്ലാം ഈ സിനിമയെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണയുണ്ട്. ഇതാണ് നമുക്കിത് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ഇത് വരേണ്ടത്, നമ്മൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്തെല്ലാം ഒരു ക്ലാരിറ്റി ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്നെ ഒരുപാട് എക്സൈറ്റ് ചെയ്യിപ്പിച്ചൊരു വേഷമാണ്. എല്ലാ ഇമോഷനും ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ചെയ്യണമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തൊരു സിനിമയാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സിനിമയാണ്. ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ ഇംഗ്ലീഷ് കഫേ. ചോദിച്ചു പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത് 24th തിയേറ്ററിൽ ഹിറ്റ് ചെയ്യാൻ പോകുന്ന മൂവിയാണ്. ആ മൂവിയുടെ പ്രൊമോഷനാണ്. ആ മൂവിയുടെ പേര് രാമചന്ദ്രൻ റിട്ടയർഡ് SI. അതാണ് മൂവിയുടെ പേര്. ഒരു ത്രില്ലിംഗ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലെന്ന് തീർച്ചയായിട്ടും പറയാം. ആൻഡ് അതിലെ രണ്ട് പേരാണ് ഇപ്പോൾ മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന രണ്ട് പേര്. ഷാവൻ ചേട്ടാ ആൻഡ് അനുമോൾ, ഹലോ, വെൽക്കം. അപ്പോൾ എന്താണ് SI? എന്താണ് ഇപ്പം ശംഭു പറഞ്ഞത് രാമേന്ദ്രൻ റിട്ടയർഡ് SI CID കണ്ടോ? CID, യെസ്, ചന്ദ്രന്റെ. അത് തന്നെ. രായുടെ C, ചായയില് I, എന്നില് D. CID. ഓഹോ, നമ്മുടെ ഡയറക്ടറുടെ ഐഡിയ ആണത്. അപ്പൊ അത് സിനിമ കണ്ടു കഴിയുമ്പോൾ ആൾക്കാർ അത് കൂടുതൽ അത് ശ്രദ്ധിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ സിനിമ പറയുന്നത്, അല്ലേ അനു? പറയൂ, എന്താണ് ഇതിൽ? അതന്നെയാണ്. റിട്ടയർഡ് ആയി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര ബോറടി, പണിയെടുക്കാതെ ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്നാൽ ശരി, എന്റെ തൊഴിൽ തന്നെ ഞാൻ വേറൊരു രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ തൊഴിലിലേക്ക് അദ്ദേഹം മാറുന്നു. അപ്പം അതിൽ അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നുപെടുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ് എന്റെ ക്യാരക്ടർ. ഊർമിള എന്നാണ് ക്യാരക്ടർ. നായകനും നായികയും ഞങ്ങൾ രണ്ടുപേരുമാണ്. പക്ഷെ ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ സീൻസ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കഥയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ചോദിച്ചോളൂ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കയ്യിൽ പോകും. സോ ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ ഒരു ത്രില്ലർ, ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. പക്ഷെ എന്താണ് നമ്മൾ ഈ അടുത്ത് കണ്ടിട്ടുള്ളതിൽ നിന്നൊക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം എനിക്കിത് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറി ആയിട്ട് സംഭവിക്കുന്നുണ്ട്. കാര്യം എൻ്റെ ചാച്ചൻ്റെ പോലീസുകാരനായിരുന്നു. വിജിലൻസിൽ നിന്നാണ് ചാച്ചൻ റിട്ടയർ ആവുന്നത്. അപ്പോൾ ചാച്ചൻ റിട്ടയർ ആയി കഴിഞ്ഞപ്പോൾ അതിലുള്ള ഒരു ട്രോമയുണ്ട്. കാര്യം ചാച്ചൻ കുറേ വർഷം, എനിക്ക് തോന്നുന്നു 10-35 വർഷത്തോളം ജോലി ചെയ്താണ് പോലീസ്. അപ്പം അതിനുശേഷം ചാച്ചൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഉണ്ട ചാച്ചൻ്റെ ഒരു ഫീലും ചാച്ചൻ്റെ ഫ്രണ്ട്സിനെ കാണാനുള്ളൊരു ആ ഒരു ഇമോഷനൊക്കെ നമ്മൾ ആ സമയത്ത് കണ്ടിട്ടുള്ളതാണ്. ശരി. ഇതിൻ്റെ ഒരു കഥ പറയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള പുതിയ ഡയറക്ടറാണ് സനൂപ് സത്യൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം വന്നൊരു ലൈൻ കഥ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്കിത് ചെയ്യണം കിട്ടും. കാരണം ഞാനത് അനുഭവിച്ചാണ്. കാര്യം ഇത്രയും വർഷം ഒരു ജോലി ചെയ്തിട്ടുള്ള, അത് വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിട്ടുള്ള രാമേന്ദ്രൻ എന്ന് പറയുന്ന SI ക്രൈം സ്ക്വാഡിലാണ്, ഉള്ളി ട്രിവാൻഡ്രത്ത് തന്നെയാണ്, ക്രൈം ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ അത്രയും മിടുക്കനായിട്ടുള്ളൊരു SI അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞു. അദ്ദേഹം എന്തും രാവിലെ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുക, പോലീസുകാർ അങ്ങോട്ട് കൊണ്ട് മുമ്പ് ഇദ്ദേഹത്തിന് അറിയാം എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം അതിനൊപ്പം കൂടാൻ ചേരാൻ ആഗ്രഹിക്കുന്നു. അവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. ഇദ്ദേഹത്തിന് ആ ഒരു ഏരിയ വിട്ട് പോകാൻ തോന്നുന്നില്ല. ഇയാൾ വീട്ടിൽ വൈഫിനോടും മോളോടും ചെലവഴിച്ചതിനെ കഴിഞ്ഞ് കൂടുതൽ ഇയാൾ ചെലവഴിച്ചിട്ടുള്ളത് ഇവിടെയാണ്, പോലീസ് സ്റ്റേഷനിലും ഈ പോലീസുകാരും ഒക്കെ. ഇദ്ദേഹത്തിന് അതിൽ നിന്നുണ്ടാകുന്നൊരു ട്രോമയാണ്. അപ്പം അദ്ദേഹത്തിനൊപ്പം അത് സുഹൃത്തായിട്ടുള്ള ഒരു വക്കീൽ പറയുകയാണ്, നമ്മുടെ ബൈച്ചറിൻ്റെ ക്യാരക്ടർ പറഞ്ഞിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തുടങ്ങുന്നുണ്ട്. അങ്ങനെ തുടങ്ങുന്നതും പിന്നീട് ഇദ്ദേഹം പല കേസുകളിലേക്ക് പോകുന്നതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ ഒരു സിനിമയുടെ ഒരു ഏരിയ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ ഒരു മെയിൻ പ്ലോട്ട്. ഇതാണ്. പിന്നെ വരുന്നതാണ് ഡിഫറെന്റ് ഒരു ഏരിയയിലോട്ടാണ് പിന്നെ സിനിമ പോകുന്നത്. അന്വേഷണത്തിന്റെ പല ഭാഗങ്ങളിൽ വരുന്ന ആളുകളാണ് ബാക്കി എല്ലാവരും. ഞാനാണെങ്കിലും ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും കഥയ്ക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള പരിപാടികൾ എന്ന് പറയുന്നത് പോലെ. അതെ അതെ അതെ. ഇപ്പൊ ഈ നോർമലി ഒരു ജോബ് നമ്മളൊരു കുറച്ച് ഇയർ കഴിയുമ്പോൾ റിട്ടയർഡ് ആകുന്നു, അപ്പൊ തന്നെ ആൾക്കാർക്ക് പ്രോബ്ലമാണ്. അപ്പൊ എസ്പെഷ്യലി പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുമ്പോൾ അത്രയും ഒരു വാവ് ഫാക്ടറി എന്ന് എല്ലാവരും റഫ് ആൻഡ് ടഫ് ഇന്ന് പെട്ടെന്ന് ഇല്ലാതാകുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഷാൻ ചേട്ടൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഫാദറിൻ്റെ ഒക്കെ നോക്കുവാണെങ്കിൽ ആ ഒരു
അത് കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമിങ്. അതെ. അപ്പോൾ ആ ടൈമിങ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? കാരണം പ്രത്യേകിച്ച് ഷാൻചേട്ടനൊക്കെ ക്വാർട്ടേഴ്സിൽ തന്നെ ലൈഫ്, ആ ഒരു ആംബിയൻസിൽ തന്നെ വളർന്ന്, പോലീസ് ക്വാർട്ടേഴ്സിലും ഒക്കെ വളർന്ന്, ആ ഒരു സ്ട്രിക്ട് പരിപാടിയിൽ വളർന്ന്, ആ ഒരു ഫാമിലിയും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ്പെഷ്യലി അച്ഛൻ്റെ. അത് എന്നോട് ചോദിച്ചെനിക്ക് അറിഞ്ഞൂടെ ചാച്ചൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ചാച്ചൻ്റെ ഈ പറഞ്ഞോട് നമ്മൾ കോട്ടയത്ത് തന്നെയാണ്. അപ്പം ക്വാർട്ടേഴ്സിൽ നിന്ന് റിട്ടയർ ആയതിനു ശേഷം ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് വീട് മേടിച്ച് മാറിയെന്നുണ്ടെങ്കിൽ വീണ്ടും ഇവരെയൊക്കെ മീറ്റ് ചെയ്യാനും ഒക്കെ ഒരു സാധ്യതകളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. പിന്നെ ഇവരൊക്കെ ആയിട്ട് ചാച്ചൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്, അവരുടെ ഫംഗ്ഷൻസിലൊക്കെ പോകാറുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ നേരെ തിരിച്ചാണ്. അദ്ദേഹം രാമേന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ റിട്ടയർ ആയതിനു ശേഷം ആ സ്ഥലത്ത് നിന്നേ പോവേണ്ട വരുന്നൊരു അവസ്ഥയാണ്. വേറൊരു ഏരിയയിലേക്കാണ് പോകേണ്ടി വരുന്നത്. അപ്പോൾ അത് അയാൾക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വീണ്ടും അയാൾ തിരിച്ച് പോകണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതിപ്പം പോലീസുകാരെന്നല്ല, എന്ത് ജോലിയാണല്ലോ അങ്ങനെ ഉണ്ടല്ലോ. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ജോലി ചെയ്തിട്ട് പെട്ടെന്ന് ഒരു ദിവസം അത് സ്റ്റോപ്പ് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അതെ, നമുക്ക് പിന്നെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ഏരിയയിലേക്ക് പോകാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുകയാണ്. നമ്മൾ പിന്നെ ഒന്നും ചെയ്യാൻ പോലും നമുക്ക് മടിയായിരിക്കും. നമ്മൾ ഇഷ്ടപ്പെട്ടൊരു ജോലി ചെയ്തുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം അത് സ്റ്റോപ്പ് ചെയ്തിട്ട് മറ്റൊരു ഏരിയയിലോട്ട് പോകുന്ന പറയുന്നത് ഏത് ജോലിക്കാണല്ലോ അതൊരു ബുദ്ധിമുട്ടാണ്. അതെ, അനുമോൾ ആക്ച്വലി നല്ല ക്യാരക്ടേഴ്സ് മാത്രം ഫിൽട്ടർ ചെയ്തെടുക്കാൻ ട്രൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ലേ? അതൊന്ന് പറയുമോ ആ സ്റ്റേറ്റ്മെന്റ്? അത് സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. എന്താ വെച്ചാൽ നമ്മൾ ചിലപ്പോൾ കുറച്ചു കാലം വെറുതെ ഇരിക്കേണ്ടി വരും. കുറച്ചു കാലം അമ്മടേക്കൊന്ന് അമ്മ പെട്രോൾ അടിക്കാൻ പൈസ തരുമോ എന്ന് ചോദിക്കേണ്ടി വരും. അപ്പം അമ്മ നീ പിന്നെ എന്തിനാ പണിയെടുക്കുന്നതെന്നുള്ളൊരു നോട്ടമുണ്ടല്ലോ. അങ്ങനത്തെ കുറേ സാധനങ്ങൾ. പിന്നെ നാട്ടുകാരുടെ അടുത്തുനിന്ന് ഉണ്ടാവുന്ന ഇപ്പൊ പടമൊന്നും ഇല്ലേ, ഒന്നും ഇല്ലേ, അങ്ങനെ ഒരു പ്രശ്നം. അങ്ങനെ കുറേ സ്ട്രഗിൾസ് ഉണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി ക്യാരക്ടർ ചൂസ് ചെയ്യുമ്പം എൻ്റെ ഇന്നർ കോൺഫ്ലിക്റ്റ് ഭയങ്കരമാണ്. ഇതെടുക്കണോ വേണ്ടേ എന്നുള്ള ഞാൻ ആലോചിക്കുന്ന കുറേ സമയമുണ്ട്. അപ്പോൾ ഈവൻ ഈ പടമാണെങ്കിലും ഇവരെൻ്റെ അടുത്ത് കഥ പറയാൻ വരുന്നത് കിങ് ഓഫ് കൊത്തയുടെ ലൊക്കേഷനിലാണ്. കിങ് ഓഫ് കൊത്ത എല്ലാവരുടെയും ഒരു ഫ്രണ്ട്സ് പടം, അങ്ങനെ പോയതാണ് ഞാൻ. അപ്പം അവിടുന്ന് കഥ പറഞ്ഞ് ഇവർക്കാണെങ്കിൽ പെട്ടെന്ന് ആൻസർ വേണം. ഞാനിത് കമ്മിറ്റ് ചെയ്യാൻ, പൂജ അടുത്ത് വരാൻ പോവാണ്, അപ്പോൾ അവർക്ക് അനൗൺസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും വേഗം ഡിസൈഡ് ചെയ്തൊരു സിനിമയാണ് ഈ CID രാമചന്ദ്രൻ റിട്ടയർഡ് SI എന്ന് പറയുന്നത്. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം ഞാൻ ഇങ്ങനൊരു ക്യാരക്ടർ ഇതുവരെ ചെയ്തിട്ടില്ല. ഷാജോൻ ചേട്ടൻ്റെ കൂടെ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, സനൂപ് സത്യൻ എന്ന് പറയുന്ന ഡയറക്ടറും ആ ടീമും എന്നെ കാണാൻ അങ്ങോട്ട് വന്നതും കാരക്കുടിയായിരുന്നു ലൊക്കേഷൻ. അവിടെ വന്ന് ഇവർ സംസാരിച്ചതിലൊരു ജെന്യൂനിറ്റി ഉണ്ടായിരുന്നു, സിനിമയോടുള്ള ഒരു ജെന്യുവിൻ പാഷൻ ഉണ്ടായിരുന്നു. ഈ കഥയുടെ ഒക്കെ പുറത്തേക്ക് എന്നെ അട്രാക്ട് ചെയ്ത വേറൊരു സാധനം അതാണ്. സിനിമയ്ക്ക് വേണ്ടി ഇത്ര പാഷനേറ്റ് ആയിട്ട്, ഇത്ര ജെന്യുവിൻ ആയിട്ട് ഒരു ഡയറക്ടറും ടീമും വന്ന് നിൽക്കുമ്പം എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ ആ റൈറ്റർ അനീഷും സനൂപും ടീമും ഉണ്ടായിരുന്നു. അപ്പം ഇവരുടെ രണ്ടുപേരുടെ മുഖത്തുണ്ടായിരുന്നൊരു സിൻസിയാരിറ്റിയും ജെന്യുവിനിറ്റി ഉണ്ട് വർത്തമാനത്തിലും അതിലൊക്കെ. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഈ സിനിമ 100% അവരുടെ സൈഡിൽ നിന്ന് ഒരു എഫേർട്ട് ഇടും എന്നുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് ഒന്നും കൂടെ എളുപ്പമായത് ഇത് കമ്മിറ്റ് ചെയ്യാനായിട്ട്. പക്ഷെ ജനറലി ആ സ്ട്രഗിൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേണോ വേണ്ടേ എന്നുള്ള കോൺഫ്ലിക്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ സൈഡ് എഫക്ട്സ്, ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ലക്കിലി എനിക്ക് അങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് മാത്രം ചെയ്തതുകൊണ്ട് ഞാനൊരു 90% സിനിമകളും ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. 10% ഞാൻ പെട്രോൾ അടിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. ആ 10% ആണോ ഫിൽട്ടർ ചെയ്യാതെ എടുക്കുന്നത്? അതിലും ഒരു ഫിൽട്ടർ ഞാൻ വെക്കാറുണ്ട്. ബട്ട് സ്റ്റിൽ അത് ഞാനൊന്ന് പെട്രോൾ അടിക്കണമല്ലോ എന്നുള്ള ഒരു കോംപ്രമൈസ് അതിൽ വെക്കാറുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ മൂവി കഴിഞ്ഞ് ആക്ച്വലി കുറച്ചും കൂടെ നമുക്കൊരു സെൽഫ് ഒരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ ആൾക്കാർ വരുന്നു അങ്ങനെ നോക്കുന്ന ആണെങ്കിൽ എനിക്കൊന്ന് ഇൻസ്റ്റയും ആ ടൈമൊന്നും ഇല്ലാത്ത ടൈമിലുള്ള മൂവിയായിരുന്നു വെടിയൊഴിപാട്. അതെ, അത് ഒരു ഹൈപ്പ് തന്നൊരു മൂവി എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ കറക്റ്റ് അല്ലേ? ഭയങ്കര ഹൈപ്പ് തന്നെ. ഞാനത് കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സോഷ്യൽ മീഡിയ, അന്ന് ഫേസ്ബുക്ക് ഉണ്ടല്ലോ, എനിക്കൊരു 50,000 1 lakhന്റെ ഇടയിലായിരുന്നു എനിക്ക് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നത്. ഫേസ്ബുക്ക് ഫോളോവേഴ്സ്, ഫേസ്ബുക്ക് പേജിൽ 50,000 to 1 lakhന്റെ ഉള്ളിൽ. വെടിവഴിപാട് കഴിഞ്ഞപ്പോൾ അത് 10 lakh ക്രോസ് ചെയ്തു. അപ്പം അങ്ങനെ ഒരു ഹൈപ്പും അങ്ങനെ ഒരു വെടിവഴിപാട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ 11th or 12th ഫിലിമാണ്. പക്ഷെ ആളുകൾ ഇപ്പോഴും വിചാരിക്കണത് വെടിവഴിപാടാണ് എൻ്റെ ഫസ്റ്റ് ഫിലിം എന്നുള്ളതാണ്. അപ്പം കൊമേഴ്ഷ്യലി പോയ ആദ്യത്തെ സിനിമയും വെടിവഴിപാടായിരുന്നു. അതുവരെ ഞാൻ ചെയ്ത എല്ലാം അക്കാഡമിക്കലി നിൽക്കുന്ന സിനിമകൾ. അപ്പോൾ ഈവൻ മേഘരൂപനൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അതിന് 5 സ്റ്റേറ്റ് അവാർഡും 3 നാഷണൽ അവാർഡ്, അങ്ങനെ അക്കാഡമിക്കലി വളരെ നല്ല രീതിയിൽ പോയിട്ടുള്ള പടങ്ങളായിരുന്നു. ചൈലിയായാലും ഫഹദിൻ്റെ കൂടെ ചെയ്ത അകമായാലും ഒക്കെ. പക്ഷെ ആളുകൾ ധരിക്കുന്നത് വെടിവഴിപാടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വെടിവഴിപാട് തന്നെയാണ് എനിക്കൊരു പബ്ലിക്കിൻ്റെ ഇടയിൽ റീച്ചും
ആക്സെപ്റ്റൻസും ക്രിറ്റിസിസം ഒക്കെ ഉണ്ടാക്കിയ ഒരു പടം. അതെ, ആ ഒരു കൾട്ട് പരിപാടി തന്നെ. അതെ, അത് ഇന്നാണ് ഇറങ്ങിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ആ സിനിമ വളരെയധികം സെലിബ്രേറ്റ് ചെയ്യപ്പെടുമായിരുന്നു. അന്ന് തന്നെ ആ ഡയറക്ടർ ശംഭു പറയായിരുന്നു ഈ സിനിമ ഒരു 15 ഇയേഴ്സിനപ്പുറം ആളുകൾ സംസാരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ് എന്നുള്ളത്. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും ഇപ്പോൾ വരുന്ന പല സിനിമകളും കാണുമ്പോൾ ഇപ്പോൾ വെടിവഴിപാട് ഇറങ്ങിയിരുന്നെങ്കിൽ അതിനൊന്നും കൂടെ ആക്സെപ്റ്റൻസ് കിട്ടുമായിരുന്നു. അന്ന് കുറച്ച് ആളുകൾ കുറ്റമൊക്കെ പറഞ്ഞു, ക്രിട്ടിസൈസ് ചെയ്തിരുന്നു ആ ബ്ലാക്ക് ഹ്യൂമറൊക്കെ. അപ്പം ഇപ്പോഴാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത് ആക്സെപ്റ്റഡ് ആവുമായിരുന്നു. ഈ അനു പറഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് നമ്മുടെ സനൂപ്സത്തിനെ കുറിച്ചാണ് ഡയറക്ടർ, അദ്ദേഹം തന്നെയാണ് റൈറ്റർ. അപ്പോൾ ചില ആളുകൾ വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇവരെങ്ങനെയാണ്, എന്താണ് ഇവരുടെ ഇൻറ്റൻഷൻ, എന്താണ് ഇവരെങ്ങനെയാണ് ഇവർ സിനിമയെ കാണുന്നത്. അവരൊരു 2 ലൈൻ പറഞ്ഞാൽ മതി, അപ്പോൾ നമുക്കറിയാം എന്താണ് ഈ സിനിമയെക്കുറിച്ച് എന്താണ് ഈ ഇദ്ദേഹം മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുക, അനു പറഞ്ഞാൽ വളരെ കറക്റ്റ് ഒരു കാര്യമാണ്. കാര്യം സനൂപിൻ്റെ കൂടെയുള്ളൊരു ടീമും സനൂപിൻ്റെ കൂടെയുള്ള കോ റൈറ്ററാണെങ്കിലും അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിനാണെങ്കിലും ഒക്കെ ഇവർ ഈ സിനിമയ്ക്ക് വേണ്ടിയാണ്, ഇവർ ഈ സിനിമ ചെയ്യണത് നന്നാവണം എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. പിന്നെ ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞു വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇവർ ഇതിനു വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകുക, അത് വിജയമാണോ പരാജയമാണോ എന്നൊക്കെയുള്ളത് പിന്നീട് അത് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. അത് തിയേറ്ററിൽ വരുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ, എല്ലാ സിനിമകളും നമുക്ക് നല്ലതാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഓരോരുത്തരും സിനിമയ്ക്ക് വേണ്ടി എടുക്കുന്ന പണി എന്ന് പറഞ്ഞാൽ ഓരോരോ രീതിയിൽ പല രീതിയിൽ. ചിലർ എങ്ങനെയെങ്കിലും ഒരു സിനിമ ചെയ്താൽ മതി, അത് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്. അവരുടെ സിനിമ വേണം, ആ സിനിമ ചെയ്യണം, എനിക്കൊരു ഡയറക്ടർ ആവണം അല്ലെങ്കിൽ എനിക്കൊരു പ്രൊഡ്യൂസർ ആവണം എന്ന് പറഞ്ഞ് വരുന്ന പലരും ഉണ്ട്. അപ്പം നമ്മൾ അവരോട് ഇതെന്താണ് ഈ സീൻ, ഇതെന്താ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആൻസർ ഉണ്ടാവില്ല, അത് നമ്മൾ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. പക്ഷേ സനൂപ് അങ്ങനല്ല, സനൂപിന്റെ കോ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഷിജു ആണെന്നുണ്ടെങ്കിൽ ഇവർക്കെല്ലാം ഈ സിനിമയെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണയുണ്ട്. ഇതാണ് നമുക്കിത് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ഇത് വരേണ്ടത്, നമ്മൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്തെല്ലാം ഒരു ക്ലാരിറ്റി ഉണ്ട്. പിന്നെ എനിക്ക് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഥ പറഞ്ഞതിന് ശേഷം അനു അവതരിപ്പിക്കുന്ന ഈ ക്യാരക്ടർ ഇതാരാണ് ചെയ്യുന്നത്, ഈ അനുമോളം അല്ലാതെ വേറൊരു പേര് ഇവർ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ വെച്ചാൽ ഇൻകേസ് അനുമോളം എനിക്കറിയാം, അനു അങ്ങനെ ഒരുപാട് സിനിമകൾ ചൂസ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു നോക്ക്, അപ്പം അനു അല്ലെങ്കിൽ അനു തന്നെ വേണം, ഞാൻ പറഞ്ഞോളൂ അനു ഓക്കെ, അനു ഇൻകേസ് അനു നോ പറഞ്ഞാൽ ഇതിപ്പോൾ അവിടെ കാരൊക്കെ അവിടെ പോയി കണ്ടു എന്ന് പറഞ്ഞില്ലേ, അവിടം വരെ ഇവരുടെ മനസ്സിൽ വേറൊരു പേരില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അവർ പറഞ്ഞാൽ ഞങ്ങൾ പോയിന്ന് കാണട്ടെ, ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി കണ്ടോളൂ, നിങ്ങൾ കഥ പറഞ്ഞോളൂ, ഒരു പക്ഷേ കഥ പറഞ്ഞാൽ ആ കുട്ടി ഓക്കെ പറയും. ഓക്കെ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ആരെ ഇല്ല, അങ്ങനെ സെക്കൻഡ് ഓപ്ഷൻ ഇല്ല, അനു ഓക്കെ പറയാം പറയിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഓരോ യാത്രയും ഞങ്ങൾ അവിടെ എത്താറായി, ഇപ്പൊ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല ലാസ്റ്റ് വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ അനു ഓക്കെയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയായിരുന്നു നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ച് പൈസ കൂട്ടായിരുന്നല്ലേ, ഒരു മെസ്സേജ് തരണ്ടേ. അതെ അതെ അതെ, കുറച്ചധികം യാത്ര ചെയ്യായിരുന്നു. അപ്പൊ എന്തായാലും അപ്പൊ സന്തോഷമായി, അനു ഓക്കെ പറഞ്ഞപ്പോൾ സന്തോഷമായി. പിന്നെ ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സും നമുക്ക് വളരെ ഇഷ്ടമുള്ളവരാണ്, അവരുടെ ഏരിയകളിലെല്ലാം അവർ പ്രൂവ് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റാണ്. അപ്പൊ അങ്ങനെയുള്ളവരോടൊപ്പം മൊത്തം ഒരു സിനിമ ചെയ്യാൻ പറ്റിയത് ഒരുപാട് സന്തോഷമാണ്. പിന്നെ എൻ്റെ ക്യാരക്ടറാണെന്നുണ്ടെങ്കിലും ഞാൻ ഈ അടുത്ത് എല്ലാവരും ചോദിക്കും പോലീസ് വേഷങ്ങൾ ഒരുപാടായല്ലോ എന്ന്. അപ്പോൾ നമ്മുടെ ചില ക്യാരക്ടേഴ്സ് കേൾക്കുമ്പോൾ നമുക്കത് വിട്ടുകളാൻ തോന്നില്ല. ഈ സിനിമയൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുമ്പോൾ ഈ ക്യാരക്ടർ നമുക്ക് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഏതൊരു ആക്ടറിനോട് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്, ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. അവർ ചെയ്യുകയോ ചെയ്യില്ല എന്നുള്ളത് അവരുടെ ഓരോ പ്രിഫറൻസ് പോലെ ഇരിക്കും, അവർ വേറെ നോക്കിയായിരിക്കാം ചെയ്യുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്നെ ഒരുപാട് എക്സൈറ്റ് ചെയ്യിപ്പിച്ചൊരു വേഷമാണ്. എല്ലാ ഇമോഷനും ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ചെയ്യണമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ചെയ്തൊരു സിനിമയാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സിനിമയാണ്. അതെ, ഷാൻ ചേട്ടൻ ഇപ്പം ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ ചോദിക്കുന്നൊരു കാര്യമായിരിക്കാം, അതായത് ഒരു ടൈം നോക്കുമ്പോൾ ഗ്രാഫ് എപ്പോഴും ഇങ്ങനെയാണ് വരുന്നത് ഷാൻ ചേട്ടൻ്റെ. അതൊരു വേഴ്സറ്റാലിറ്റിയുടെ ഭാഗമായിട്ട് ഒരുപാട് മിക്സ്ചർ ഓഫ് ഇമോഷനുള്ള ക്യാരക്ടേഴ്സ് ചെയ്ത് ഈവൻ ആവും വരുന്നൊരു വ്യക്തി. പക്ഷെ ഒരു കാലത്ത് നോക്കുമ്പോൾ കോമഡീസാണ് കൂടുതലും നല്ല ഒരു 95% ഓഫ് മൂവീസും പക്ക കോമഡി എൻ്റർടൈനിങ് പരിപാടി, ഈവൻ ദിലീപേട്ടൻ്റെ കൂടെ ആണെങ്കിലും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, ഷാച്ചേട്ടാ ഞങ്ങൾക്ക് ആ ഒരു പരിപാടി വേണം, കംപ്ലീറ്റ് കോമഡി, അതായത് തുടക്കം തൊട്ട് അവസാനം വരെ വേറെ പരിപാടി ഇല്ല. ആറാട് മറ്റേ ഒരിടയ്ക്ക് എനിക്ക് സുരാജേട്ടനാണെങ്കിലും ഷാജേട്ടനൊക്കെ ആണെങ്കിലും വിളയാടിയ ഒരു പരിപാടി ഉണ്ടല്ലോ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ആ ചോദിക്കുന്ന അതിനെ കഴിഞ്ഞ് കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് പുതിയ കാണാം, അങ്ങനത്തെ എന്താണ് നമുക്കൊന്ന് ഓടി നടന്ന് പൂണ്ട് വളയാടാൻ പറ്റുന്ന അഴിഞ്ഞാടി അഭിനയിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം രാമലീലയാണെന്നുണ്ടെങ്കിലും മൈ ബോസ് ആണെന്നുണ്ടെങ്കിലും പിന്നെ ശൃംഗാരവേലൻ, ഒരുപാട് സിനിമകളാണ്. താപ്പാനയ്ക്ക് അത് മമ്മൂക്കയുടെ കൂടെയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ
ലേഡീസ് ആൻഡ് ജെന്റിൽമാനകത്ത് ലാലേട്ടൻ്റെ കൂടെ നമ്മൾ എന്താണ് അഴിച്ചങ്ങ് വിട്ടിരിക്കുകയാണ്. നമുക്ക് എന്തും അത് പറഞ്ഞു അല്ല ഇത് പറഞ്ഞു അല്ല അത് വേണ്ട ഇത് പറ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബഹളവും. നമുക്ക് ഭയങ്കര കൊതിയാണ് അങ്ങനെയുള്ള സിനിമകൾ. പക്ഷേ അങ്ങനത്തെ സിനിമകൾ ഇപ്പോൾ ഇല്ല. സിനിമയുടെ മൊത്തത്തിലുള്ളൊരു ട്രാക്ക് മാറിയതുകൊണ്ടായിരിക്കും. പക്ഷേ അതുപോലത്തുള്ള സിനിമകൾ കോമഡിയുടെ ട്രെൻഡ് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള സിനിമകൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ള സിനിമകൾക്ക് ഒരു സമയമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അയ്യോ സത്യം, ഞാൻ കഴിഞ്ഞ ദിവസം 2-3 മാസം മുന്നേ പാണ്ടിപ്പടയും കല്യാണരാമനൊക്കെ ഇരുന്ന് കാണുകയായിരുന്നു. അങ്ങനത്തെ ലൈറ്റ് അങ്ങനത്തെ എത്ര കണ്ടാലും ബോറടിക്കില്ല. എനിക്കിങ്ങനെ കൊതിയാവും അങ്ങനത്തെ സിനിമകൾ, കല്യാണരാമൻ ഇതൊക്കെ കാണാനായിട്ട്. അതെ, എന്റെ പൊന്നോ, ചില സിനിമകൾ ഇപ്പൊ ഒരു ടെൻഷൻ വന്നിരിക്കുമ്പോ ഇപ്പോഴും അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ്, നമ്മൾ ഓക്കെ. ഒരിടയ്ക്ക് ഇങ്ങനെ കുറെ അടിപ്പടങ്ങൾ വന്നില്ലേ, ഭയങ്കര ഹിറ്റ്, അതെല്ലാം ഇഷ്ടാവുന്നുണ്ട്. പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊരു ലൈറ്റ് സിനിമ വേറെ ഞാൻ യൂട്യൂബ് തപ്പിയിരുന്ന കല്യാണരാമൻ സീൻസ് കാണുമായിരുന്നു. ചില സിനിമകൾ കണ്ട് ഹാങ് ഓവർ മാറ്റണമെങ്കിൽ സ്റ്റേഡിയമസ് കാണാമായിരുന്നു. ഇതുവരെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ കോമഡി സിനിമകൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഹ്യൂമർ കുറേ ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ സീരിയസ് ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് ആകുമ്പോൾ നമ്മൾ ട്യൂണ്ടാവും ഓട്ടോമാറ്റിക്. യെസ്, ഇനി വന്നത്. പക്ഷെ അതിൽ നിന്ന് പെട്ടെന്ന് വേറൊരു പരിപാടി ചെയ്യുമ്പോൾ, ഒരു ബ്രേക്ക് ചെയ്ത് ആ ഒരു ജോണർ ബ്രേക്ക് ചെയ്ത് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഷാൻ ചേട്ടൻ്റെ ഒരു ഫസ്റ്റ് ബ്രേക്ക് കുറച്ച് തിങ്ക് ചെയ്ത് അല്ലെങ്കിൽ ഉള്ളൊരു മൂവി ഏതായിരിക്കും? അല്ല, തീർച്ചയായിട്ടും ജനങ്ങൾ കണ്ടിട്ടുള്ളതും അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതും ദൃശ്യം തന്നെയാണ് സത്യം. പക്ഷെ അതിന് മുൻപും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇവൻ ഞാൻ അതിനൊക്കെ കുറേ മുൻപ് മണിച്ചേട്ടൻ്റെ കലാപവും മണിച്ചേട്ടൻ്റെ അച്ഛനായിട്ട് റെഡ് സല്യൂട്ട് എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിച്ചു. അത് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. ഇപ്പോഴും ചിലരത് കാണുമ്പം വിളിച്ച് പറയാറുണ്ട്. അന്ന് തിയേറ്ററിൽ കണ്ടിട്ട് മണിച്ചേട്ടൻ വരെ എന്നെ വിളിച്ച് പറഞ്ഞു. മണിച്ചേട്ടൻ്റെ അപ്പനാണ് ഇയാൾ, ലോഡിങ് തൊഴിലാളിയാണ്, ഒരു കൈ വയ്യ ഇദ്ദേഹത്തിന്, ഇയാൾ സൂസൈഡ് ചെയ്യുന്നു, വൈഫിനെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് സൂസൈഡ്, അങ്ങനെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ് അത് ചെയ്യാനായിട്ട്. പക്ഷെ എന്തോ അന്ന് വിനോദ് വിജയൻ എന്ന് പറയുന്നൊരു ഡയറക്ടറായിരുന്നു, എന്തോ നന്നായെന്ന്. അപ്പം അവരുടെയൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. അപ്പം അന്ന് മുതലേ എനിക്കിഷ്ടം അങ്ങനത്തെ ഉള്ള നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവണം, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം അതിന് മുൻപും ചെയ്തിട്ടുണ്ട്. പിന്നെ ദൃശ്യമായിരുന്നു എല്ലാ ആളുകൾ ഒരുപാട് പേര് കണ്ട സിനിമ. അപ്പം അതിനുശേഷവും അങ്ങനെയുള്ളതുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത്, നമ്മളൊരു സീൻ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് മുൻപ് ചെയ്തതോ ഇനി ചെയ്യാൻ പോകുന്ന ഒന്നും ഓർക്കാതിരിക്കുകയാണ് നല്ലത്. നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഇതിന് മുൻപ് ചെയ്തത് അതല്ലേ, അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ ചെയ്യും എന്നൊക്കെ ചോദിച്ച് ആലോചിക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള അത്രയ്ക്കൊരു അഭിനയത്തെക്കുറിച്ചുള്ള അറിവൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ ചിന്തകളൊന്നും വരാറില്ല. നമ്മൾ എന്താണോ സീൻ അല്ലെ ക്യാരക്ടറിനെ എന്താണോ മനസ്സിലാക്കുന്നത് അതുപോലുള്ള ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. മനഃപൂർവ്വം ഒന്നും അങ്ങനെ ചെയ്യാറില്ല. അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഹ്യൂമർ ചെയ്തിട്ടുള്ളതല്ല, എന്നാൽ ഇത് ഹ്യൂമറാക്കി ചെയ്യാം അങ്ങനെ വിചാരിച്ച് ചെയ്യാറില്ല. ആ ഡയറക്ടർ എന്താണോ നമുക്ക് പറഞ്ഞു തരുന്നത് ആ റൂട്ടിൽ ആ ക്യാരക്ടറിനെ പിടിച്ച് ചെയ്യാനാണ് ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ഷെയ്ഡുകളൊന്നും വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പേഴ്സണലി ഉണ്ടാവാം, എനിക്ക് വേറൊരു ക്യാരക്ടറിന്റെ ഷെയ്ഡ് ഇതിലും വന്നു അങ്ങനെ നമുക്ക് തോന്നിയിട്ടില്ല. പുറത്തുള്ളവർക്കാണല്ലോ കൂടുതൽ തോന്നുന്നു. അങ്ങനെ വരാതെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സീൻ അത് നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വിളയാടി കോമഡി എന്ന് പറയുക കംപ്ലീറ്റ് ഇംപ്രവൈസ് ചെയ്തും ചിലപ്പോൾ ദിലീപേട്ടനൂടെ ആ ഒരു സീനിൽ ഏതെങ്കിലും അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഒരുപാടുണ്ടാവും സീനിൽ ഇത് ചെയ്ത് ചെടി നിർത്താൻ മേലെ അത് അവസാനം ടേക്ക് ഓവർ എടുക്കാൻ പറ്റുന്നില്ല, അയ്യോ ഇത് ഒന്നുള്ളത് പറയാനാണെങ്കിൽ ശൃംഗാരവേലിനകത്തൊരു പട്ടിയുടെ സീനുണ്ട്. ഇത് ഞങ്ങൾ രണ്ടുപേരും ഓടി വന്ന് പട്ടിയുടെ മുന്നിൽ ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. അപ്പൊ പിന്നെ പട്ടി ഇങ്ങനെ നോക്കി നിൽക്കുന്ന. അപ്പൊ അത് കഴിഞ്ഞ് ഇങ്ങനെ ദിലീപേട്ടൻ പറയുന്നുണ്ട് മിണ്ടരുത് നീ മുണ്ട് ഇങ്ങനെ എന്തൊക്കെ സാധനങ്ങളൊക്കെ പറഞ്ഞിട്ട് മുഖം ദേഷ്യം പിടിച്ച് നിൽക്കുക കാണിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങളുണ്ട് ഇങ്ങനെ ഒരു നോട്ടമുണ്ട്. ദിലീപേട്ടൻ ഒരു ചിരി ചിരിച്ചിട്ട് ഇപ്പോഴും ആ സിനിമ കണ്ടാൽ ദിലീപേട്ടൻ മൊത്തം ചിരിയുണ്ട്. ദിലീപേട്ടൻ ഒരു ചിരി. എനിക്കാണെങ്കിൽ ഒരാളെ ചിരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പോകും, പിന്നെ നിർത്താൻ പറ്റില്ല, പിന്നെ ചിരിയോട് ചിരിയായിരിക്കും. അതായത് എനിക്ക് തോന്നുന്നൊരു അത് രാത്രി 2 മണി 3 മണിക്ക് എന്താണ് അത് ഷൂട്ട് ചെയ്യുന്നത്. ജോസേട്ടൻ ജോസഫാണ്, ജോസേട്ടനൊക്കെ ടീമുകളൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല, എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നെ നമ്മൾ ചിരിച്ചു പോയ ചിരിയാ, അതെന്തോരം ടേക്ക് ഇടുന്നറിയോ. അതിനുശേഷം ഇപ്പോഴും ആ സിനിമ കാണുമ്പോൾ ദിലീപേട്ടൻ മൊത്തം ദിലീപേട്ടൻ്റെ ഒരുപാട് സിനിമകൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. സുരാജ് ഒക്കെ ആയിട്ടുള്ള സിനിമകളിൽ ഒരുപാട് നമ്മൾ ഇപ്പൊ കാണുമ്പോൾ അറിയാം, നമുക്ക് കാണുമ്പോൾ അറിയാം ദിലീപേട്ടൻ ചിരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ, നമുക്കറിയാം. ഒരു മെമ്മറി പരിപാടിയാണ് ഈ ആക്ടിങ് എന്നുള്ളൊരു പരിപാടി തന്നെ. കൂടുതൽ ആക്ടേഴ്സ് വേറെ പരിപാടിയിലേക്ക് ഇൻവോൾവ് ആകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ആകുന്നുണ്ട്, അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുള്ള
ആക്ടേഴ്സ് ഉണ്ട്, ആക്ട്രസുകളുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചിലർ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാൾ ഗ്യാപ്പ് ഇടും, കുറച്ച് നല്ല വീഡിയോസ് ഇടും, അത് കഴിഞ്ഞ് പിന്നെ 1.5 വർഷത്തേക്ക് പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അനുമോൾ ശരിയല്ലേ? അത് ഇങ്ങോട്ടുള്ളതാണ്. യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടോ അനുവിന്റെ? ഇല്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഒരുപാട് വീഡിയോസ് ഉണ്ടോ? മിണ്ടാൻ പാടില്ല. അനുയാത്ര എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട്. പക്ഷെ അത് കൊറോണയോട്, എല്ലാരും കൊറോണയിലാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. എന്റെ നിന്നു പോയി കൊറോണയില്. കൊറോണയ്ക്ക് ശേഷം അധികം ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് ഞാൻ കുറെ കോംപ്ലിക്കേഷൻ, കുറെ വീട് പണി, അത് ഇത് അങ്ങനെ കുറെ പെട്ടുപോയി. അനുയാത്ര ഇപ്പം എനിക്ക് തോന്നുന്നു വർഷത്തിലൊന്ന് എന്നുള്ള കണക്കിനാണ് ഞാൻ വീഡിയോ ഇടുന്നുള്ളൂ. റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് എല്ലാ ആഴ്ചയും ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഇല്ലേ, എയർപോർട്ട്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ എന്നോട് ചോദിക്കുന്ന സിനിമാ വിശേഷമല്ല, അനുയാത്ര എപ്പോൾ ചെയ്യും, അനുയാത്ര എന്താ ചെയ്യാത്ത, അനുയാത്ര കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത് ഞാൻ അവരോടൊക്കെ പറയും, ഞാൻ ഉടനെ തുടങ്ങുന്നുണ്ട് അടുത്ത് തന്നെ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഇതന്നെയാണ് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം അത് ഞാൻ എന്നിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിരുന്നു ഞാൻ ഒരു 10 ദിവസം മുന്നേ. കഴിഞ്ഞ വർഷം പോയ വീഡിയോ ആണത്. 1 വർഷം എടുത്ത് എഡിറ്റ് ചെയ്താണ് ഞാനത് പെട്ടത്. പറഞ്ഞ നന്നായല്ലോ അല്ലേ? അവര് കാണുമ്പോ ഇന്ന് നമ്മൾ ഇവിടെയാണ്. എന്നിട്ട് എത്ര പേര് എനിക്ക് മെസ്സേജ് അയച്ചെന്നറിയോ, രാമേശ്വരത്തുണ്ടോ, അയ്യോ മിസ്സായല്ലോ, അയ്യോ കാണാൻ പറ്റും. ഞാനിപ്പോ ഒരു തമിഴ് സീരീസും ചെയ്തുകൊണ്ടിരിക്കുക, നന്നായി പോവും അവിടെ. ഇപ്പൊ തമിഴ് ആൾക്കാര് രാമേശ്വരത്താണോ, അയ്യോ ഞങ്ങളുടെ നാട്ടിലുണ്ടോ, എവിടെയാന്നിട്ട് കുറെ പേര് മെസ്സേജ് ചെയ്തു. ഞാൻ എല്ലാരോടും അത് പഴയ ട്രിപ്പാണ് എല്ലാരോടും പറയായിരുന്നു. കോപ്പി പേസ്റ്റ് മെസ്സേജ് അങ്ങ് അയക്കുന്നു അല്ലേ? അനു എനിക്ക് തോന്നുന്നു ട്രാവലിംഗ് പുതിയ സ്ഥലങ്ങളിൽ പുതിയ ഫുഡുകൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമൊക്കെ. ഞാനിങ്ങനെ ഭയങ്കര അൺഎക്സ്പ്ലോർഡ്, എനിക്ക് പൊതുവേ ഇല്ലേ ഭയങ്കര ടൂറിസ്റ്റി ആയിട്ടുള്ള എല്ലാവരും പറയുന്ന ലാൻഡ്മാർക്ക് സ്ഥലങ്ങളിൽ പോകാൻ വലിയ താല്പര്യമില്ല. എന്താ വെച്ചാൽ അത് നമ്മൾ ഫോട്ടോസിലും അതിൻ്റെ കഥകളും നമുക്ക് അറിയാത്ത ഒന്നുമില്ല. കണ്ടില്ലെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ മുക്കും മൂലയും നമുക്ക് പരിചയമുള്ള പോലെയുമാണ്. പ്ലസ് ഭയങ്കര ക്രൗഡഡും ആയിരിക്കും. എനിക്ക് സമാധാനമായി ഞാൻ തന്നെ കണ്ടുപിടിച്ച് ഒറ്റയ്ക്ക് ഞാൻ മാത്രം നിന്ന് ആ സ്ഥലം ആസ്വദിക്കുന്ന രീതിയാണ് എനിക്ക് ഇഷ്ടം കൂടുതൽ. അപ്പം അതുകൊണ്ട് കുട്ടി ഭയങ്കര ഡിഫറെന്റ് ആണല്ലോ. അല്ല, ക്രൗഡഡ് സ്ഥലത്ത് പോകുമ്പോൾ എനിക്ക് സ്ഥലം എൻജോയ് ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ എനിക്ക് കുറച്ചും കൂടെ ഒറ്റയ്ക്ക് ആസ്വദിച്ച് അങ്ങനെ ഇപ്പൊ കുറെ കാര്യങ്ങൾ എനിക്ക് അങ്ങനെ ഇപ്പൊ വലിയ തിരക്കുള്ള ഫേമസ് അമ്പലങ്ങളില്ലേ, എനിക്ക് അവിടെ പോകുമ്പോൾ എനിക്കിങ്ങനെ നെഞ്ചിടിക്കും. എനിക്ക് ഭയങ്കര പീസ്ഫുള്ളി, ഞാനും ദൈവം മാത്രമേ പാടുള്ളൂ. അപ്പൊ നമ്മുടെയൊക്കെ നാട്ടിലുള്ള നമ്മുടെ അമ്പലങ്ങളിലാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഒന്നും കൂടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. വലിയ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ എന്താ വെച്ചാൽ പ്രാർത്ഥിക്കേണ്ട സമയമായി പ്രാർത്ഥിക്കുന്നു, അങ്ങനെയാണ്. ആ ക്രൗഡിൽ എനിക്ക് അങ്ങനെ, അപ്പം അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പം അത് പുസ്തകം വായിക്കുമ്പോൾ ഞാൻ പുസ്തകം വായിക്കുമ്പോൾ ഒരു ബുക്ക് തുടങ്ങി തീരണ വരെ എൻ്റെ ഒരു പ്രൈവറ്റ് വേൾഡിലാണ് ഞാൻ ഉണ്ടാവുക. അപ്പം അങ്ങനെ ഒരു സ്പേസ് എനിക്ക് വേണം. അതാണ് അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഞാൻ അനുയാത്ര പോകുന്നത്, ഒരു അൺഎക്സ്പ്ലോർഡ് സ്ഥലങ്ങളും അങ്ങനെയൊക്കെ. അത് ആൾക്കാരെ കാണിക്കണം തോന്നുന്നതിൻ്റെ റീസൺ അതാണ്. ആൾക്കാരെ കാണിക്കണം തോന്നുന്നതിൻ്റെ റീസൺ അതല്ല. അത് പണ്ട് മുതലേ ഞാനൊരു ട്രാവൽ കഴിഞ്ഞ് വന്നാൽ ഒരു 1.5 മാസം എൻ്റെ ഫ്രണ്ട്സിനും കസിൻസിനും വീട്ടുകാർക്കും ഒന്നും ചെവിതല കേൾക്കില്ല, വിശേഷം പറഞ്ഞ് പിന്നെ അവിടുന്ന് പർച്ചേസ് ചെയ്ത സാധനങ്ങൾ, അതിൻ്റെ നമ്മുടെ ഒരു കേമത്തുണ്ടല്ലോ, അവർ 1500 രൂപ പറഞ്ഞു, ഞാൻ 500 രൂപയ്ക്ക് മേടിച്ചു എന്നൊക്കെ പറയുന്ന ഒരു സാധനം എൻ്റെ ഒരു മിടുക്കുക. അപ്പം ആ സാധനം ഉള്ളതാണ്. അപ്പം ഞാൻ വിചാരിച്ചു അത് പിന്നെ ഇപ്പം ഞാൻ കൊച്ചിയിൽ ജീവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ കോയമ്പത്തൂർ പഠിച്ചതുകൊണ്ട് ഈ ഏരിയയ്ക്ക് ആര് പോയാലും എൻ്റെ ഫ്രണ്ട്സും ഫാമിലി എന്നെയാണ് വിളിച്ച് ചോദിക്കുക, ഇവിടെ ഭക്ഷണം കഴിക്കണം, എവിടെ ഡ്രസ്സ് എടുക്കണം, എവിടെ ഇതിന് പോകണം. അപ്പം ഞാൻ വിചാരിച്ചു ഓരോ ആൾക്കും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് പകരം ഇതൊക്കെ ഇങ്ങോട്ട് ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കുന്നവർക്ക് അപ്പം ഇങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കാലോ. അങ്ങനെ യൂട്യൂബിൽ നിന്ന് അങ്ങനെ വലിയ പൈസ ഒന്നും അമ്പലത്തിൽ ഒറ്റയ്ക്ക് പോകുന്നതൊക്കെ ഓക്കെ, മറ്റേ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഒറ്റയ്ക്ക് പാടുന്നൊക്കെ ഓക്കെ. അഭിനയത്തിന്റെ കാര്യത്തിൽ അങ്ങനെ വാശി പിടിക്കാതെ നമ്മുടെ ഭാഗ്യം. ഞാൻ ഒറ്റയ്ക്ക് അല്ല, അഭിനയത്തിന്റെ കാര്യത്തിൽ നമ്മളൊക്കെ മാറ്റിക്കളയും അതിന് വേണമെന്ന് പറഞ്ഞിട്ടില്ലേ. അല്ലല്ല, ഈവൻ അഭിനയത്തിന്റെ കാര്യത്തിലുണ്ട്, അഭിനയത്തിന്റെ കാര്യത്തിലുണ്ട്. അങ്ങനെയല്ല, ഒറ്റയ്ക്ക് അഭിനയിക്കുന്നല്ല. എനിക്ക് തോന്നണേ ഭയങ്കര അങ്ങനെ ഒരു അഭിനയിച്ച് പഠിച്ച് തെളിഞ്ഞ് വന്നതൊന്നും അല്ലല്ലോ. ഞാനിങ്ങനെ വന്ന് സിനിമ ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇഷ്ടം കൊണ്ട് അഭിനയിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഭയങ്കര മനസ്സിൽ നിന്ന് എടുത്ത് അഭിനയിക്കുക. അപ്പോൾ ചില സമയത്തില്ലേ എൻ്റെ കോ ആക്ടേഴ്സൊക്കെ ആരെങ്കിലുമൊക്കെ അവിടെ ഒരു ടേബിൾ സെറ്റപ്പ് ആണെങ്കിൽ അവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്ത് കളിച്ചാൽ എനിക്ക് ദേഷ്യം വരും. കണ്ടിന്യൂറ്റി സാധനങ്ങൾ അല്ലെങ്കിൽ കേർട്ടണിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ സ്വഭാവം അതേമാതിരി അതുണ്ട് എനിക്ക്. അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും പ്രോപ്പർട്ടി ഒക്കെ വക്കത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി നീക്കിയൊക്കെ വെക്കും ഷോട്ടിന് മുന്നേ തന്നെ. അപ്പം അങ്ങനെ ആ ഒരു വൃത്തി, അല്ലെങ്കിൽ പെട്ടെന്ന് എനിക്ക് അങ്ങനെ ടക്ക് എന്ന് പറഞ്ഞിട്ട് പറ്റില്ല. എനിക്കത് ഇമോഷണലി ഞാൻ ഉള്ളുന്നെടുത്ത് പറയണം, അല്ലാണ്ട് എനിക്കിങ്ങനെ വെറുതെ ഡയലോഗ് പറയാൻ പറ്റില്ല. പ്രോംപ്റ്റിങ് എനിക്ക് എടുക്കാനേ പറ്റില്ല.
അപ്പോൾ ഈ രാമേന്ദ്രൻ റിട്ടയർഡ് എസ് ഐ എന്ന് പറയുന്ന സിനിമയിൽ അങ്ങനെ ഓർക്കാനുള്ള ഒരു 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 നിങ്ങൾക്ക് ഒരുമിച്ചില്ലായിരുന്നല്ലോ അല്ലേ? ഒരുമിച്ച് കോമ്പിനേഷൻ സീൻസ് ഇല്ല. ഇല്ലായിരുന്നു. ഓർക്കാനുള്ള സീൻ ചോദിക്കേണ്ടാക്കി പറയാൻ പറ്റില്ല. സിനിമ കാണുന്നത് മനസ്സിലാവും. അത് പറയാൻ പറ്റില്ല ആ സീൻ എനിക്ക്. ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്തു ഈ ലൊക്കേഷനിൽ ഏയ് ഇല്ല. അറിയണ സ്ഥലങ്ങള് തിരുവനന്തപുരം ഒക്കെ ആയിരുന്നില്ലേ ഷൂട്ട്? ഇതിലൊരു മോസ്റ്റ് നമ്മൾ ഈ മൂവി എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് ഓർക്കുന്ന ഒരു പരിപാടി എന്തായിരിക്കും? മോസ്റ്റ് ചിലപ്പോൾ ബാക്കപ്പ് ആവാം, അങ്ങനെ നോക്കുവാണെങ്കിൽ എൻ്റെ ലുക്കായിരിക്കും. ആണ് എൻ്റെ ലുക്കും എൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു സീനുണ്ട്. ഊർമിളയ്ക്കുള്ള ഒരു ഡിഫറൻസ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ഷാൻ ചേട്ടൻ കാണും നേരിട്ട് ഇല്ലെങ്കിലും സിനിമ കണ്ടപ്പോഴാണ് കൂടുതലും അനുവിൻ്റെ സീൻസ് എല്ലാം ഞാൻ കണ്ടത്. നന്നായിട്ടുണ്ട്. അനു നല്ലൊരു ആക്ട്രസ് ആണെന്ന് നമുക്കറിയാം. പക്ഷേ എനിക്ക് തോന്നുന്നു വളരെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയായിരിക്കും റിട്ടയർഡ് എസ് ഐ രാമേന്ദ്രൻ. ഒരു ഈ അതർ ലാംഗ്വേജ് നോക്കുമ്പോൾ ഇവിടുന്ന് കിട്ടാത്ത ഒരു വാട്ട് ഇസ് ദാറ്റ് ഗുഡ് തിങ് ദാറ്റ് യു ഗോട്ട് ദെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കാം? കിട്ടാത്തെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഇവിടുത്തെ ഒരു ഡിഫറൻസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, വേറെ ഒന്നുമല്ല, ഇൻ എ ഗുഡ് വേ. രണ്ടിനും രണ്ട് ഫീലാണ്. അവിടെ എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടെ പലതരം പല ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് എനിക്ക് തമിഴിൽ നിന്നാണ് ഇപ്പം കൂടുതലും വരുന്നത്. ഈവൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് തമിഴിൽ നിന്നാണ്. അപ്പം എപ്പോഴും എനിക്കൊരു അപ്പം 2015 റീസ്റ്റാർട്ട് കിട്ടിയത് എനിക്ക് നമ്മുടെ ഷട്ടർ. അപ്പം എനിക്കറിയില്ല, എവിടെയോ ഒരു കണക്ഷൻ ഉള്ള പോലെയാണ്. അപ്പം ഫസ്റ്റ് തുടങ്ങിയത് തമിഴിൽ നിന്ന്, ഇടയിൽ ഞാനൊരു ബ്രേക്ക് എടുത്ത് റീസ്റ്റാർട്ട് വരുന്നത് തമിഴിൽ നിന്ന്. ഇപ്പോഴാണെങ്കിലും എനിക്ക് കഴിഞ്ഞ വർഷം അയലി എന്ന് പറഞ്ഞിട്ടൊരു ഹിറ്റ് സീരീസ് ഉണ്ടായിരുന്നു. അതിന് ശേഷം തമിഴിൽ നിന്നാണ് നല്ല ഓഫേഴ്സ് വരുന്നത്. ഇപ്പോൾ ഹാർട്ട് ബീറ്റ് നന്നായി പോകുന്നുണ്ട്. അപ്പം എനിക്ക് എവിടെയോ ഒരു ഓഡിയൻസ് ആക്സെപ്റ്റൻസ് കൂടുതലും എനിക്ക് തമിഴിലാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. ഇവിടെ ആണെങ്കിൽ എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ എല്ലാവരും പറയുന്നത് ഞാൻ ചൂസ് ചെയ്ത ഫിലിംസിൻ്റെ കുഴപ്പം ഇൻ ദ സെൻസ് അക്കാഡമിക്കൽ ഫിലിംസ് ഞാൻ കൂടുതൽ ചൂസ് ചെയ്തതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ അല്ലെങ്കിൽ നല്ല സിനിമ നല്ലതല്ലാതെ വന്ന സിനിമ എന്നേ ഞാൻ കാറ്റഗറൈസ് ചെയ്യാറുള്ളൂ. പക്ഷെ ആളുകൾ എന്നോടത്ത് പറയാറ് അനുവിനെ കൊമേഴ്ഷ്യൽ ഫിലിംസിൽ കാണാറില്ല, കുട്ടി കൊമേഴ്ഷ്യൽ സിനിമ ചെയ്യില്ല എന്നാണ് ഞങ്ങളുടെ വിചാരം എന്നൊക്കെ. എനിക്ക് പെട്രോൾ അടിക്കണമെന്ന് അവർ ഓർക്കുന്നില്ല. അപ്പോൾ അവരെന്നോട് അങ്ങനെയാണ് പറയാറ് ജനറലി, കൊമേഴ്ഷ്യൽ അനു ചെയ്യില്ല എന്നാണ് വിചാരിച്ചതെന്നൊക്കെ. അപ്പം അങ്ങനെ ഒരു വേർതിരിവ് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആളുകളുടെ ഇടയിൽ എങ്ങനെയോ വന്നു പോയിട്ടുണ്ട്. ഓക്കെ. ഷാൻ ചേട്ടനാണെങ്കിലും ഇപ്പം ഈവൻ ദൃശ്യം കഴിഞ്ഞ ടൈമിൽ അതിന് മുമ്പൊക്കെയാണ് കോൾസുകൾ അത് ഫ്രം അതർ ലാംഗ്വേജസ്. ഞാൻ 2 തമിഴ് ഫിലിംസ് ചെയ്തിട്ടുള്ളൂ. ഒന്ന് എന്തിനും ആണ് അറിയുമെന്ന് വിചാരിക്കുന്നു, സംഘസാറിൻ്റെ ഒപ്പം. അത് കഴിഞ്ഞ് ഇപ്പോൾ അത് കഴിഞ്ഞ് ബിഗിലോട്ടൊക്കെ വിളിച്ചിരുന്നു, പോകാൻ പറ്റില്ല. നമ്മുടെ ഡയറക്ഷൻ പരിപാടിയൊക്കെ നടക്കായിരുന്നു. പിന്നെ ഇപ്പോൾ അടുത്ത് പേട്ടറാപ്പ് എന്ന് പറഞ്ഞ നമ്മുടെ പ്രഭുദേവ് സാറിൻ്റെ ഒപ്പമാണ് ഒരു സിനിമ ചെയ്തത്. ആ എസ് ജസിന് നമ്മുടെ മലയാളി സിനുവിൻ്റെ സിനിമയാണ്. പക്ഷെ എനിക്കൊരു എന്താണ് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട് അവർക്ക്, നമ്മളോട് എല്ലാവരോടും അവർക്ക് അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പം പിന്നെ മൊത്തത്തിൽ അവർക്കൊരു സ്നേഹം കൂടുതലാണ് ഈ ആക്ടേഴ്സ് അല്ല ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ. സിനിമയോട് മൊത്തത്തിൽ അവർക്കൊരു സ്നേഹം കൂടുതലാണ്. തീർച്ചയായും കുറച്ചല്ല, നല്ല ഹൈ ആണ്. അവർക്ക് പക്ക പ്ലാൻഡ് ആണ് അവരുടെ കാര്യങ്ങളെല്ലാം. നമ്മുടെ ഡേറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നേരത്തെ പ്ലാൻ ചെയ്തതിനകത്തൊന്നും അങ്ങനെ വലിയ മാറ്റങ്ങൾ വരാറില്ല. അതുപോലെ തന്നെ സ്ക്രിപ്റ്റൊക്കെ നേരത്തെ നമുക്ക് പഠിക്കാനായിട്ട് നമുക്ക് അയച്ചു തരും. അപ്പം അങ്ങനെ മൊത്തത്തിൽ ഓർഗനൈസ്ഡ് ആണ് അവരെല്ലാം, ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് എല്ലാവരോടും അവർക്കൊരു ബഹുമാനം കൂടുതലാണ്, എല്ലാവരോടും മൊത്തത്തിൽ. നോർമലി ഒരു വ്യക്തിയോട് തന്നെ സാറെന്ന് വിളിച്ചിട്ട് അവരെല്ലാവരോടും സംസാരിക്കുകയുള്ളൂ. അങ്ങനെ അവരൊന്നും ഒരുപാട് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരി. ഓക്കെ. അപ്പം ഇത് നോർമലി ഈ ഒരു മൂവി റിലീസാകുന്ന ടൈമിൽ തന്നെ ടർബോ ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു മൂവിയിൽ ആക്ച്വലി ഒരു വാട്ട് പീപ്പിൾ അവർക്ക് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ്, ഒരു ത്രില്ലിംഗ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ സംഭവം തന്നെയാണ്. ഓൾ ഇൻ ഓൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ തന്നെയാണ്. പക്ഷേ ഇതെന്താണ്, ഇത് ഗംഭീര ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് അല്ല. നിങ്ങൾ തിയേറ്ററിൽ കണ്ടേ പറ്റുള്ളൂ. ഇത് ഭയങ്കര ഡിഫറൻറ്റ് സിനിമ. അങ്ങനെ ഒന്നും നമുക്ക് അവകാശവാദങ്ങളൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ പറയുന്ന പോലെ നിങ്ങൾ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു 2-2.25 മണിക്കൂർ നിങ്ങൾക്ക് ഇരുന്ന് ശരിക്കും എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. തീർച്ചയായിട്ടും ഇപ്പോഴുള്ള വന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ സിനിമകളോടൊപ്പം നിർത്താവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും CD രാമേന്ദ്രൻ റിട്ടേൺസ്. അതാണ് നമുക്ക് ഉറപ്പ് തരാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ കൂടെ, ആ അന്വേഷണത്തിന്റെ കൂടെ ആളുകളും അന്വേഷിച്ച് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ട്രാക്കിൽ അങ്ങനെ ആരാണ്, എന്താണ്, ഇതായിരിക്കോ അതായിരിക്കും, അങ്ങനെ ആ ട്രാക്കിലേക്ക് ആളുകൾ കയറും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്.